NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മെഗാ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പാലാ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നും പാലാ നഗരസഭയിൽ നിന്നും നിരവധി പേർ റാലിയിൽ പങ്കെടുത്തു. ഭരണങ്ങാനത്ത് നിന്നും ആരംഭിച്ച മെഗാ ബൈക്ക് റാലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. 12 പഞ്ചായത്തുകളിലെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പാലായിൽ എത്തി അവസാനിച്ചു. പാലാ നിയോജകമണ്ഡലത്തെ ആകെ ഇളക്കി മറിക്കുന്ന തരത്തിൽ 2000-ഓളം പേരുടെ വലിയ ബൈക്ക് റാലിയാണ് BJP നടത്തിയത്. മണ്ഡലത്തിൽ 10,000-കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഷോൺ ജോർജ് നയിക്കുന്ന ആ ബൈക്ക് റാലി ഈ രാജ്യത്ത് താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതിലെ വന്നോളൂ കയറി പോകണ്ട, ഇതിലെ വന്നോളൂ. അനീതിക്കെതിരെ നിയമ പോരാട്ടത്തിന്റെ ഇതിവിദഗ്ധമായി മാറിയ അഴിമതിയുടെ ആഴക്കടലിൽ നിന്നും ഈ നാടിനെ കൈപിടിച്ച് ഉയർത്തുവാൻ ആദരവാദങ്ങളിലെ നാടിക പരിവേഷത്തോടെയല്ല ഭൂമിയിലെ ചെറുത്തൊരു പോരാളിയായി വിശ്വാസതയുടെ പദ്ധതികൾ ഇവിടെ പത്രത്തും സുരേഷ് ഗോപിയുടെ പോരാട്ട വീര്യവും ഒന്നിക്കുന്ന ഈ നിമിഷം മാറ്റം ആഗ്രഹിക്കുന്ന ഓരോ വോട്ടറുടെയും വിജയമാണ്. പാലായുടെ രാജനീതികളെ പേരിത്തെറിപ്പിച്ചുകൊണ്ട് ഈ നഗരനീതികളെ പുലകമണിയിച്ചുകൊണ്ട് അണിചേരൂ ഈ മഹാപ്രവാഹത്തിൽ. ഇടതു വലത് മുന്നണികളുടെ കോട്ടക്കൊത്തളങ്ങളിൽ അങ്കലാപ്പിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് പാലായുടെ രാജകുമാരൻ ശ്രീ ചാക്കോച്ചൻ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഷോൺ ജോർജ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടൊപ്പം ഈ വാഹനത്തിന് ആയിരക്കണക്കിന് ബൈക്കുകളുടെ പാലായിലെ വികസന വിരോധികളെ ഈ നാട്ടിൽ നിന്നും തുറത്തിയേടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യുവശക്തി ഷോൺ ജോർജിനൊപ്പമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി ഈ വാഹനത്തിന് പെട്ടെന്ന് കാണാൻ തുടങ്ങുകയാണ്.